ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയൻ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു ബൗളിൽ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 3 ഐറ്റമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാബേജ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 3 സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇതിന് ബ്രെഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസും പിന്നെ റെഡ് ചില്ലി സോസും ഒന്ന് ഇതുപോലെ കൂട്ടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോസ് വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. എത്ര എണ്ണാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാലോ, അതുപോലെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ആ ഭാഗത്തായിട്ട് ഇതുപോലെ 2 ബ്രെഡിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചില്ലി സോസ്, ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കഴിഞ്ഞ് 2 ബ്രെഡിലും സ്പ്രെഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ കോഴിമുട്ടയും വെജിറ്റബിൾസൊക്കെ കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിനുള്ളിലായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്തരത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നേരത്തെ മറ്റൊരു ബ്രെഡിലും നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്ത് വെച്ചത് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ എത്ര എണ്ണമാണോ ഉണ്ടാക്കുന്നത് അത്ര എണ്ണം ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളങ്ങനെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചൂടായിട്ടുള്ള ഒരു പാനിൽ നെയ്യ് പുരട്ടിയിട്ട് നെയ്യിലോ ബട്ടറിലോ വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത്തരത്തിൽ നമ്മൾ നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഭാഗത്തും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി സാൻഡ്വിച്ചാണ്. അപ്പോൾ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.